എല്ലാവർക്കും ഒരു നല്ല ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഇന്ന് നമ്മുടെ പ്രോവിൻസിൻ്റെ ദേവമാതാ പ്രോവിൻസിൻ്റെ സാരഥിയായ പ്രൊവിൻഷ്യൽ സുപ്പീരിയറിൻ്റെ നാമഹേതുക തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. ഇത്തരുണത്തിൽ തിരുവല്ല റെജീന മുണ്ടി കോൺവെന്റിൽ നിന്നും ചില കൊച്ചു കൊച്ചു പരിപാടികൾ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്നേഹം പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയറിനെ അറിയിക്കുന്നു. ഹായ്. എവിടെ പോയിരുന്നു? എന്താ വിശേഷം? മദറിന്റെ ഫീസ്റ്റ് വിഷയ വന്നയാ. ശരി ശരി, ഞങ്ങള് നോക്കിയിരിക്കുവായിരുന്നു. ആരാണോ വരാൻ പോകുന്നത്? ഹായ്, എവിടെ പോയിരുന്നു? ഞാൻ ടർക്കിയിൽ നിന്ന് മദറിന്റെ വിഷയമായിട്ട് ടർക്കിയായിട്ട് വന്നേക്കുവാ. ആണോ? വിഷയായിട്ടോ നമുക്ക് എന്നോടോ വരാൻ പോകുന്നതിന് എന്തിനു വന്നതാ? ഞാൻ മദറിന്റെ ഫീസിന്റെ വിഷയം വന്നതാ. ഫീസ്റ്റ് ആണെന്ന് ആര് പറഞ്ഞു? ഈ തിരുവല്ലയിലുള്ള സിസ്റ്റേഴ്സ് പറഞ്ഞതാ. സിസ്റ്റേഴ്സ് എല്ലായിടത്തും പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ? കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അന്നിവിടെ നിക്കട്ടോ, നമുക്ക് എല്ലാവരും കൂടി ഒന്ന് വിഷ് ചെയ്യാൻ പറഞ്ഞ കേട്ടോ. ഏത് രാജ്യക്കാരനാണോ വരുന്നത്, ഏത് തരത്തിലുള്ള മൃഗമാണോ വരുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും കാണാം, വരട്ടെ. ഇയാളായി എവിടെ നിന്ന് വരുന്നു? പാലായിൽ നിന്ന് വരുന്നു. മുഴുവനും പാലാണോ? അതെ, അതുകൊണ്ടാണ്. അത് ശരി ശരി ശരി. കൊള്ളാം. ഇഷ്ടാദികളൊക്കെ വരാനുണ്ടായി. വരുന്നതെല്ലാം വേണ്ടും പോലെ പേക്കോലം പോലെയൊക്കെ ഇരിപ്പുണ്ട്. എന്താ ആരാണാവോ? കാലത്ത് വരുമ്പോ കാണാം ആരാ വരുന്നതെന്ന്. ഇതെവിടെ വരുന്നത്? ഞാനങ്ങ് ഐസ്ലൻഡിൽ ചോറ് പിടിച്ച പോലെ അവിടെ നിന്ന് ഇറങ്ങിയ പൈസ കൊണ്ടാണ്. പക്ഷെ തിരുവല്ല ചൂട് എല്ലാം അങ്ങോട്ട് ഉരുകി പോയി. എന്തോ മഴയെന്നറിയാം. അവിടെ ചൂടൊന്നുമില്ല. എന്താണേലും വന്നപ്പോ ഒരു സൂര്യന്റെ ഏട്ടതാണ് അവിടെ. ഐസ്ലാൻഡിന്റെ പേരിൽ ഞങ്ങളൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്. കൂടുതൽ പാടാം. ഈ സിസ്റ്റർമാർ ആരൊക്കെയാണോ വിളിച്ചേക്കണത്? ഇനി വന്ന് തീർന്നോന്ന് അറിയില്ല. വെയിറ്റ് ചെയ്യാൻ കുറച്ച് നേരം അല്ലേ? നോക്കട്ടെ. വരുന്നുണ്ടല്ലോ. ഞാൻ നാരങ്ങയൊക്കെ പിടിച്ച് എവിടെ പോണു? നാരങ്ങാലത്തുന്നാ? അത് കൊള്ളാലോ. നാരങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞോണ്ട് കുറച്ച് പിഴിഞ്ഞു കൊടുക്കാൻ വന്നെയാ. എന്താ അല്ല മദറിനെ ഇപ്പൊ പ്രത്യേകിച്ച് മദറിനെ അന്വേഷിച്ചു വന്ന കാര്യം എന്താ? ഫീസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഫീസ്റ്റ് ആണെന്ന് അറിഞ്ഞോ? എവിടെ നിന്ന് കിട്ടിയത്? അത് തിരുവല്ലയിലെ സിസ്റ്റേഴ്സ് പറഞ്ഞായിരുന്നു. നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാ നിക്കട്ടാ. നമുക്ക് വിഷിംഗ് സോങ് ഒക്കെ പാടിയിട്ട് അതിന് സമ്മാനമായിട്ട് പോവാം. എല്ലാരും വന്ന് തീർന്നെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ വട്ടവളിയിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അയാളെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവരെല്ലാരും കൂടി മറ്റവരെയൊക്കെ വിളിച്ച് വട്ടവളിയിൽ നിന്നുള്ള നോക്കി കുറച്ചേരൊക്കെ നോക്കാം എന്തായാലും. വരുന്നല്ല വട്ടവള. അതെ, അവിടെ ദൂരെന്ന് വരുവാ വട്ടവിള. അതെ, കണ്ടപ്പോ തന്നെ മനസ്സിലായി. എവിടെ മുഴുവനും വട്ടവള. ഇല്ല, ഞാനൊരു വട്ടോടത്തേക്ക് പോന്നതാണ്. അത് കാണണ്ടേ, അമ്മേനെ മനസ്സിലാക്കിയില്ലെങ്കില്. അല്ല, വട്ടവിള ഞങ്ങളുടെ മദറിന്റെ വീട് വട്ടവിളയിലാണ്. അപ്പൊ അതുകൊണ്ട് സുഖമാണ്. നമുക്ക് എല്ലാവരും കൂടി പാട്ട് പാടി വിഷ് ചെയ്യാം കേട്ടോ. We rejoice and sing happy feast day. We rejoice and sing happy feast day. We rejoice and sing happy
ഹാപ്പി ഫീസ്റ്റ് ഡേ. ആടാം പാടാം ഈ ഫീസ്റ്റിംഗ് നാളിൽ ഒന്നായി ചേർന്ന് ഇന്നാഘോഷമായി ദും ദും മേളങ്ങളാൽ കൈലത്താളങ്ങളാൽ കുരിശിൻ നാദങ്ങളാൽ നേരുന്നു ഹാപ്പി ഫീസ്റ്റ് ഡേ. We rejoice and sing happy feast day. 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 ഹാപ്പി ഫീസ്റ്റ് ഡേ മദർ. ആദ്യമായി തന്നെ വിശുദ്ധ ചെറുപുഷ്പത്തിന്റെ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നന്മകളും നേരുന്നു. ഒക്ടോബർ 1 വിശുദ്ധ ചെറുപുഷ്പത്തിന്റെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വലിയ വിശുദ്ധയായി തീർന്നുകൊണ്ട് തിരുസഭയുടെ മാറിൽ സ്നേഹമായി തീരുവാൻ ആഗ്രഹിച്ച വലിയ വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. സ്വാർത്ഥത നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടതെന്നും തന്റെ കൊച്ചു കുറുക്കുവഴി ഇന്നത്തെ ലോകത്തിന് കാണിച്ചു തരുന്നു. സമറിയായിലൂടെ കടന്നുപോയ യേശുവിനെ സ്വീകരിക്കുവാൻ വിസമ്മതിച്ച സമറിയാക്കാരെ തീമഴ പെയ്യിച്ച് നശിപ്പിക്കട്ടെ എന്ന അനുവാദം ചോദിച്ച ആളാണ് വിശുദ്ധ യോഹന്നാൻ. അത്രമാത്രം ക്ഷിപ്രകോപിയായിരുന്നു അദ്ദേഹം. എന്നാൽ നിരന്തരമായ സംസർഗത്തിലൂടെ അദ്ദേഹം തന്റെ ജീവിത സായാഹ്നത്തിൽ കുഞ്ഞുങ്ങളെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം, ദൈവം സ്നേഹമാകുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. നിരന്തരമായ സംസർഗത്തിലൂടെ ദൈവസ്നേഹവും പരസ്നേഹവും എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് കാണിച്ചു തന്ന വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ വിശുദ്ധയുടെ നാമം സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയറിന് റെജിന മുന്തി കോൺവെന്റിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. സിസ്റ്ററിന്റെ പ്രവർത്തനങ്ങളിലൂടെയും പ്രചോദനങ്ങളിലൂടെയും വിശുദ്ധയിലൂടെ ദൈവം ഒത്തിരിയേറെ നന്മകൾ നമ്മുടെ പ്രോവിൻസിലേക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.
ഹലോ 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 ആരാ വിളിക്കുന്നത്? ഞാനങ്ങ് കേന്ദ്രസഭയിൽ നിന്നാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയാ? എന്താ ആവശ്യം? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്? അതെ, ലോകത്തിൽ ആദ്യമായിട്ട് കൊറോണ നിങ്ങളുടെ വീട് ഒന്ന് സന്ദർശിക്കാൻ, രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് സന്ദർശിക്കാൻ വേണ്ടി വരുന്നുണ്ട്. കൊറോണ? കൊറോണയൊക്കെ അയച്ചു നിർത്തിയേക്കുവാണല്ലോ. ഇവർക്ക് ഭയങ്കര ആഗ്രഹം ഒന്ന് വന്ന് നിങ്ങളെ കാണാൻ വേണ്ടി. അവര് കാണാനായിട്ട് ഞങ്ങൾ അങ്ങനെ അനുവദിക്കുന്നൊന്നുമില്ല. അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന്, അതിന് അവർക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഞങ്ങളിവിടെ നല്ല സാമൂഹിക അകലവും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് ഞങ്ങള് കൈകാര്യം ചെയ്തിരിക്കുകയാണ്. സാനിറ്റൈസറൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ വലിയ പുറത്തുള്ളവരെ ഒരു കാര്യത്തിനും ഒരു ഇതിനും അനുവദിക്കാറില്ല. താങ്കള് നിങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അത് അനുവദിക്കാം, പക്ഷെ അവര് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ പ്രോട്ടോകോളൊക്കെ അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതൊക്കെ അറിയാലോ. അല്ല, അതനുസരിച്ച് വേണം അവർ പെരുമാറാനായിട്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തേക്കാം. ശരി 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 ഓക്കെ. ഇതെന്തൊരു കൊതുകാണപ്പോ അത്. അതെ, ഒരു കൊറോണ എന്ന് പറഞ്ഞ 2 വ്യക്തികൾ വരുന്നുണ്ടെന്ന് പറയുന്നു. നമുക്ക് വ്യക്തിയൊക്കെ നിർത്താം. ഒന്ന് സിസ്റ്റേഴ്സ് ഒന്ന് അടുത്തേക്ക് വന്നു കഴിഞ്ഞാല്, കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാ ആരോഗ്യവകുപ്പിൽ നിന്നൊക്കെ വിളിച്ചേക്കണത്. അപ്പൊ അത് സ്വീകരിക്കേണ്ട, എന്റർടൈൻ ചെയ്യാനൊന്നും വേണ്ട. നിങ്ങൾ വേണ്ട പോലെ സാമൂഹിക അകലമൊക്കെ പാലിച്ച് നിൽക്കണം. സിസ്റ്റേഴ്സ് ഒന്ന് അടുത്ത് വന്നേക്കാവോ? കേറി വാ കേറി വാ. അത് മനസ്സിലായി. കണ്ടപ്പോ ആരോഗ്യവകുപ്പിൽ നിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങള് അവരെയൊക്കെ അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മാത്രം അനുവദിച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതൊക്കെ നിൽക്കുക കേട്ടോ. ഞങ്ങള് ഇവിടെ സാനിറ്റൈസറും ഇതൊക്കെ ഞങ്ങൾ സോപ്പ് വെള്ളവും ഇതെല്ലാം കഴിച്ച് എല്ലാ നേരം കഴുകിയും കൈകളൊക്കെ വെടിപ്പാക്കിയൊക്കെ നിൽക്കുന്നതാണ്. സൂക്ഷിക്കണേ. പിന്നെ എന്താ വന്ന കാര്യം എന്താണ്? വെറുതെ ഇങ്ങോട്ടൊന്ന് കേറാമെന്ന് തോന്നി. അല്ല, ഇങ്ങനെ വെറുതെ അലഞ്ഞിറക്കേണ്ട സമയമൊന്നും അല്ലല്ലോ. ഇപ്പൊ അങ്ങനെ അനുവദിച്ചിട്ടില്ലല്ലോ. അന്ന് അപ്പുറത്തെ വീട്ടിൽ വന്നപ്പോ ഇങ്ങോട്ടൊന്ന് കേറണമെന്ന് തോന്നി. പക്ഷെ അത് ഞങ്ങൾക്കൊരു തടസ്സം ഉണ്ടായി. അല്ല, അപ്പുറത്തെ വീട്ടിൽ വരുമ്പോ ആരും ഇപ്പൊ ഞങ്ങളാരെയും അനുവദിക്കാറില്ല കേട്ടോ. തടസ്സം ഉണ്ടായ കാര്യം എന്താണ്? അതായത് നിങ്ങളെ അനുവദിക്കുന്ന, നിങ്ങൾ കയറാതിരിക്കാൻ പറ്റിയ വിധത്തിൽ തന്നെയാണ് ഇവിടെ കേട്ടോ. വേറെ കയറാതിരിക്കാൻ പറ്റിയ വിധത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുക. പ്രാർത്ഥനയും നൊവേനയും പിന്നെ എന്താണ്, കൈ എപ്പോഴും സോപ്പിട്ട് കഴുകും, സാനിറ്റൈസ് ചെയ്യും. ഇതെല്ലാം ചെയ്ത് ഞങ്ങൾ ജീവിക്കുന്നത്. അതുപോലെ നാരങ്ങ വെള്ളം, എന്താണ് നെല്ലിക്ക വെള്ളം, ഇതെല്ലാം കഴിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെ അടുപ്പിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. എന്താണ് വന്ന കാര്യം പ്രത്യേകം പറഞ്ഞിട്ട് അങ്ങ് പോയിക്കോ. വിശേഷം? ഞങ്ങൾക്ക് നല്ല വിശേഷം എന്ന് പറഞ്ഞാല് ഞങ്ങൾക്കിവിടെ കൊച്ചുപ്രാർത്ഥന പെരുന്നാൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോയനെ കാണുന്നോണ്ടിരിക്കണം. വിശേഷങ്ങളല്ലേ ഇതിന് പറയാനുള്ളൂ. പ്രിയപ്പെട്ട കൊറോണയെ നാളെങ്ങനെ എത്രയാ ജീവനുമായോടുന്നു മനുഷ്യകുലം. പള്ളിയില്ല, സ്കൂളുകളില്ല, കടയില്ല, ജോലിയില്ല, നെട്ടോട്ടമാണെങ്ങും എങ്ങും പ്രിയജനങ്ങൾ. റോഡിലാണെ വണ്ടിയില്ല, വണ്ടിയിലാണെ ആളുമില്ല, ആകെയാകെ ആംബുലൻസിന് സൈലൻസുകൾ മാത്രം. പണിയില്ല, കാശുമില്ല, ആകെ മൊത്തം കടം മാത്രം. ആകെപ്പാടെ ദുരിതവും പട്ടിണിയുമല്ലോ. കുട്ടി മുതൽ വൃദ്ധ വരെ എല്ലാവരും അകപ്പെട്ടു നിന്റെ ഒരു ചെറിയ വൈറസിന്മേൽ. വർഷമിതു 2 കഴിഞ്ഞു, ഇനിയെങ്കിലും ഒരു രാജിവെച്ചൂടെ പ്രിയ കൊറോണ ചേച്ചി. ഞാൻ എങ്ങനെ രാജിവെക്കാനാ? ഞാൻ ആദ്യമായിട്ട് ജനിച്ചത് ചൈനയിലാണ്. അവിടെ നിന്ന് എന്നെ എല്ലാരും ഓടിച്ച്. അങ്ങനെ ഫ്രാൻസിലെത്തിയപ്പം അവിടെ നിന്ന് ഞാൻ തൊടുന്നവരും പിടിക്കുന്നവരും ഒക്കെ മരിച്ചു പോവാ. ആ വിഷമത്തിൽ ഞാൻ ഇന്ത്യയിലേക്ക് വന്നു.
ഇന്ത്യ വന്നപ്പോ നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ടേ? ഞങ്ങളാരും അങ്ങനെ ഞങ്ങളെ മനുഷ്യരെ നശിപ്പിക്കുന്നവരെ ഒന്നും സ്വീകരിക്കാറില്ല. നിങ്ങൾ തൊടുന്നവരും അരിയിൽ കൂടി പോയാൽ മതിയല്ല അസുഖങ്ങളൊക്കെ പിടിക്കാനായിട്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങളാരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻകറേജ് ചെയ്യാറില്ല. അന്ന് ഞാൻ വന്നപ്പോ ഇവിടെ ഒരു തടസ്സം ഉണ്ടായിരുന്നു, അതെന്തായിരുന്നു? ഞങ്ങള് നൊവേന, പ്രാർത്ഥന, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇതാണ് സാനിറ്റൈസർ എന്ന് പറയും. ഇതൊക്കെ ഞങ്ങൾ കയ്യിൽ ഉപയോഗിക്കും. പിന്നെ സോപ്പ് കൊണ്ട് കൈ കഴുകും. പിന്നെ ഇമ്മ്യൂണിറ്റി പവർ കിട്ടാൻ വേണ്ടി നാരങ്ങ വെള്ളം, ചൂടുവെള്ളം, പിന്നെ നെല്ലിക്ക വെള്ളം, ഇതൊക്കെ ഞങ്ങൾ കഴിച്ച് വേണ്ട, ഞങ്ങൾക്ക് അതൊക്കെ പാടില്ല. ഞങ്ങൾക്ക് കൂൾ ഡ്രിങ്ക്സ് മാത്രമേ പാടുള്ളൂ. അല്ല, കൂൾ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾ എപ്പോഴേ അകറ്റി വിടുന്നു. ഞങ്ങളിവിടെ നാരങ്ങാവെള്ളം അല്ലെങ്കിൽ നെല്ലിക്കാവെള്ളം അത് മാത്രം കുടിച്ച് ഞങ്ങൾ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ നോക്കിയാണ് നിങ്ങൾ കാരണം. ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, തരുന്നില്ല. അന്ന് ഇങ്ങോട്ട് വന്നപ്പോ ആരുടെ നൊവേനയായിരുന്നു? ഞങ്ങളുടെ സഭയില്, ഞങ്ങളുടെ കർമ്മനിത്യ സഭയിൽപ്പെട്ടവരാണ്. കർമ്മനിത്യ സഭയിൽ ധാരാളം വിശുദ്ധരുണ്ട്. ഞങ്ങള് കർമ്മല മാതാവിന്റെ മക്കളാണ്. പിന്നെ ഞങ്ങളുടെ വിശുദ്ധ അമത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ യോഹന്നാൻ ക്രൂശ് തുടങ്ങിയവരൊക്കെ ഞങ്ങളുടെ ഈ സഭയിലുണ്ട്. അതില് ഇപ്പോൾ വേദപാരംഗത എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധ അമത്രേസ്യ വേദപാരംഗതയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ വേദപാരംഗതയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നൊവേന പ്രാർത്ഥനകളാണ് ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന. ആ വിശുദ്ധയുടെ തിരുനാളാണ് വരുന്ന 1-ാം തീയതി, ഒക്ടോബർ 1-ാം തീയതി. ആ തിരുനാളിനായിട്ട് ഞങ്ങള് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ നൊവേനയാണ് ഞങ്ങള് ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ കേട്ടായിരിക്കും അല്ലെ? പിന്നെ കൊച്ചുത്രേസ്യ പുണ്യവതിയെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ലൊരു വിശുദ്ധ, ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധയായി തീർന്നതാണ്. സഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ചെറിയ കാര്യങ്ങളെല്ലാം നല്ല വിശുദ്ധിയോടെ ചെയ്യുന്ന ഒരു വിശുദ്ധയായിരുന്നു. ചെറിയ കാര്യങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് മാത്രമേ വിചാരമുണ്ടായിരുന്നുള്ളൂ. ചെയ്യുന്നതൊക്കെ സ്നേഹത്തോടെ. അത് ആരെ തന്നെ വേദനിപ്പിച്ചാലും വേദനിപ്പിക്കുന്നവരോട് കർത്താവ് പറഞ്ഞിട്ടുള്ള പോലെ ശത്രുക്കളെ പോലും സ്നേഹിച്ചുകൊണ്ട് ആണ് ആ വിശുദ്ധ ജീവിച്ചിരുന്നത്. ചിലപ്പോ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞങ്ങള് ആ വിശുദ്ധയെ കണ്ട് ജീവിക്കുന്നത് പോലെയാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ സാധിക്കും. കൊച്ചുത്രേസ്യ പുണ്യവതി നിങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമായിരിക്കും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇരിക്കും. ഇപ്പൊ എവിടെയാ? സ്വർഗത്തിലെ വിശുദ്ധ എന്ന് പറഞ്ഞാല് നന്മയൊക്കെ ചെയ്ത് ലോകത്തിലായിരുന്നപ്പോ കുറെയൊക്കെ സഹിക്കേണ്ടി വന്ന് സഹനത്തിലൂടെ സ്നേഹത്തിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ അവസാനമൊക്കെ ആയപ്പോ അസുഖമേ വിചാരം ഉണ്ടായിരുന്നുള്ളൂ. ചെയ്യുന്നതൊക്കെ സ്നേഹത്തോടെ. അത് ആരെ തന്നെ വേദനിപ്പിച്ചാലും വേദനിപ്പിക്കുന്നവരോട് കർത്താവ് പറഞ്ഞിട്ടുള്ള പോലെ ശത്രുക്കളെ പോലും സ്നേഹിച്ചുകൊണ്ട് ആണ് ആ വിശുദ്ധ ജീവിച്ചിരുന്നത്. ചിലപ്പോ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞങ്ങള് ആ വിശുദ്ധയെ കണ്ട് ജീവിക്കുന്നത് പോലെയാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ സാധിക്കും. കൊച്ചുത്രേസ്യ പുണ്യവതി നിങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമായിരിക്കും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇരിക്കും. ഇപ്പൊ എവിടെയാ? സ്വർഗത്തിലെ വിശുദ്ധ എന്ന് പറഞ്ഞാല് നന്മയൊക്കെ ചെയ്ത് ലോകത്തിലായിരുന്നപ്പോ കുറെയൊക്കെ സഹിക്കേണ്ടി വന്ന് സഹനത്തിലൂടെ സ്നേഹത്തിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ അവസാനമൊക്കെ ആയപ്പോ അസുഖമൊക്കെ പിടിവിട്ട്, പക്ഷെ ആ അസുഖങ്ങളിലൊന്നും പരാതിപ്പെടാതെ സ്നേഹത്തോടെ തന്നെ എല്ലാം ദൈവസ്നേഹത്തെ പ്രതി സഹിച്ചുകൊണ്ട് ഇപ്പോ മരിച്ചു. ഇപ്പോ സ്വർഗത്തിലാണ് ആ വിശുദ്ധ. നമ്മള് വലിയ ആഗ്രഹത്തോടെ ആ വിശുദ്ധയെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിശുദ്ധ നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. കാണോ നിങ്ങൾക്ക്? അപ്പൊ നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ വരും. സ്നേഹത്തിന്റെ പൂച്ചെണ്ടു നൽകി ഗർമ്മത്തിന്റെ ജ്യോതിസായി വിളങ്ങി നീ, ഞങ്ങൾക്കെന്നും മധ്യസ്ഥയായി നിന്നു നീ, ഞങ്ങൾ നിന്നെ എന്നും വാഴ്ത്തും.
തുന്നാം കിന്നരവും തമ്പുരുവും നീട്ടിടാം ഇമ്പമായി കീർത്തനങ്ങളേകിടാം എന്നുമെന്നും ആനന്ദത്താൻ പാടാം നിന്റെ നാമം പാവനം ജവ്യനാമം പാവനം ലസ്യവിൻ ഭാസുരറാണി സ്നേഹത്തിന്റെ പൂച്ചെണ്ടു നൽകി കർമ്മലിന്റെ ജ്യോതിസായി വിളങ്ങി നീ ഞങ്ങൾക്കെന്നും മധ്യസ്ഥയായിരുന്നു നീ ഞങ്ങൾ നിന്നെ എന്നും വാഴ്ത്തിയിടാം